നെയിൽ കട്ടിങ് വരും, നെയിൽ ഗ്രൈൻഡിങ് വരും, ഇയർ ക്ലീൻ ചെയ്യുന്ന പോലെ. ഇയർ ക്ലീനിങ് ആണ് അല്ലേ? ഇയർ ക്ലീനിങ് മസ്റ്റ് വരും. ഫുള്ള് ഡീഷെഡ് ചെയ്യും. ഡീഷെഡ് ചെയ്യും. അതിനകത്ത് ഇന്നർ കോട്ട് ഫുള്ള് നമ്മൾ ഡീഷെഡ് ചെയ്തെടുത്തിട്ട് ഫുള്ള് 2 ഷാമ്പൂ കത്ത് വരും. ഒരു അഴുക്കെല്ലാം പോകാനുള്ള ഷാമ്പൂ കൊടുക്കും, പിന്നെ കോട്ടിന് സൂട്ടായിട്ടുള്ള ഷാമ്പൂ കൊടുക്കും. അത് നമ്മൾ ഫുൾ ഡ്രൈ ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഡീഷെഡ് ചെയ്ത് പിന്നെ എക്സ്റ്റാറ്റിക് ഹെയർ എല്ലാം കട്ട് ചെയ്ത് അണ്ടർപോ എല്ലാം ട്രിം ചെയ്ത് സാനിറ്ററി ഏരിയ, മോഷൻ ഏരിയ എല്ലാം ട്രിം ചെയ്ത് എക്സ്റ്റാറ്റിക് ഹെയർ എല്ലാം കട്ട് ചെയ്യും, ഫിനിഷ് ആക്കി. ഇത് എത്ര നാൾ കൂടും നമ്മൾ സാധാരണ ചെയ്യണത്? നമ്മള് നോർമലി ഹെയർ ബ്രീഡ്സ് മന്ത്ലി ഗ്രൂം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബോഡിയില് ഇപ്പൊ വീട്ടുകാർക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഗ്രൂമിങ് വരുമ്പോൾ ഡ്രൈയറും മറ്റൊരു ബോഡി ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യാറ്. ഫിൽസോ റാഷസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുളിപ്പിക്കുന്ന വീക്കിലി ആണോ? അല്ലാതെ വീട്ടിൽ നമ്മൾ വാഷ് ചെയ്യണമെങ്കിൽ ഗ്രൂമിങ് കഴിഞ്ഞിട്ട് 4 ദിവസം മാസത്തിൽ 2 തവണ കുളിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഒരു കോമ്പ് ചെയ്യണം അല്ലേ? ഡെയിലി കോമ്പ് ചെയ്യാം, മന്ത്ലി 2 വാഷ് ചെയ്യും. 2 വാഷ് ചെയ്തിരുന്നത്. ഓക്കെ. ഇപ്പം ഗ്രൂമിങ് കഴിഞ്ഞിട്ട് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടും നമ്മുടെ വീട്ടിൽ വാഷ് ചെയ്തിരുന്നത്. ഡെയിലി മസ്റ്റായിട്ട് കോമ്പ് ചെയ്യും.